ആദ്മി പാർട്ടി രാജ്യസഭാ എം പി സ്വാതി മലിവാളിനെ ഉപദ്രവിച്ച കേസിൽ വിഭവ് കുമാറിനെതിരെ ഡൽഹി പോലീസ് വിഭവ് കുമാറിനെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് കോടതിയോട് ആവശ്യപ്പെട്ടു. അന്വേഷണവുമായി വിഭവ് സഹകരിക്കുന്നില്ലെന്നും ഡൽഹി പോലീസ്. അച്യുതൻ നൽകും വിശദാംശങ്ങൾ. അച്യുതൻ, ജാമ്യാപേക്ഷയുമായി വിഭവ് കുമാർ കോടതിയെ സമീപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണല്ലോ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ. എന്താണ് പോലീസ് ആരോപിക്കുന്നത്? അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നാലെയാണ് വിഭവ് കുമാറിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇത് പ്രധാനമായും പോലീസ് ആം ആദ്മി പാർട്ടി രാജ്യസഭാ എം പി സ്വാതി മാലിവാളിനെ ഉപദ്രവിച്ചു എന്ന കേസിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ PA കൂടിയായ വിഭവ് കുമാറിനെ ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിനെ ചൊല്ലി വലിയ രാഷ്ട്രീയ വിവാദം ഡൽഹിയിൽ കൊഴുക്കുകയാണ്. BJP ഉൾപ്പെടെ ഈ ആക്രമിച്ച വ്യക്തിക്കൊപ്പം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിൽക്കുന്നു. AAPയും ആക്രമിച്ച ആൾക്കൊപ്പം നിൽക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോഴാണ് അതിനെ രാഷ്ട്രീയമായി നേരിടാനൊരുങ്ങുകയായിരുന്നു കെജ്രിവാൾ. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിശദാംശങ്ങൾ. ഗൂഗിൾ വിഭവ് കുമാറിനെതിരെ ഡൽഹി പോലീസ് ഇപ്പോൾ കോടതിയിൽ അറസ്റ്റിന് പിന്നാലെ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് 7 ദിവസത്തെ കസ്റ്റഡിയുടെ ഒരു ആവശ്യമാണ്. ഒപ്പം തന്നെ ഈ CCTV ദൃശ്യങ്ങൾ അത് ഉൾപ്പെട്ട DVR ആവശ്യപ്പെട്ടെങ്കിലും നൽകിയിട്ടില്ല. കണ്ടെടുത്ത CCTV ദൃശ്യങ്ങളാകട്ടെ അത് ശൂന്യമാണ്. പ്രതിയുടെ ഫോൺ പാസ്വേഡ് നൽകിയിട്ടില്ലെന്നും ഫോൺ ഇന്നലെ ഫോർമാറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവുമാണ് ഡൽഹി പോലീസ് ഇപ്പോൾ വിഭവ് കുമാറുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ശക്തമായ ഒരു പ്രതിവാദത്തിലോടുകൂടി വിഭവ് കുമാറിന്റെ അഭിഭാഷകൻ എതിർത്തിട്ടുണ്ട്. അതായത് സംഭവം നടന്ന ഡ്രോയിങ് റൂമിൽ CCTV ദൃശ്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് അഭിഭാഷകൻ മുന്നോട്ട് വച്ചിരിക്കുന്ന വാദം. CCTV ദൃശ്യങ്ങൾ അത് മെയിൻ ഗേറ്റ് മുതൽ റെസിഡൻഷ്യൽ ഏരിയ വരെ മാത്രമാണ് CCTVകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രോയിങ് റൂമിന്റെയോ മറ്റ് വസതിക്കകത്തുള്ള ദൃശ്യങ്ങൾ ലഭിക്കില്ല എന്നുള്ള ഒരു വാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് പിന്നാലെയാണ് വേഗത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ ശക്തമായൊരു വാദപ്രതിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്നത്. ഇനി അറിയേണ്ടത് കോടതി എത്ര ദിവസത്തെ റിമാൻഡിൽ വിടുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഗോകുൽ, ശരി. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ആ വാർത്തയുടെ വിശദാംശം പങ്കുവച്ചത്.